സ്ഥാനമൊഴിഞ്ഞ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയത് ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തൽ വ്യാപാര നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ തിരിച്ചടിക്ക് സാധ്യതയുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ രാജിക്ക് പിന്നാലെ പട്ടാള ഭരണത്തിനാണ് ബംഗ്ലാദേശിൽ അരങ്ങൊരുങ്ങുന്നത്. ഇതോടെ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കൂടിയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ദേശീയ സുരക്ഷ മുതൽ വ്യാപാര താൽപര്യങ്ങൾ വരെയും പാകിസ്ഥാനോടുള്ള ഇരു രാജ്യങ്ങളുടെ സമീപനങ്ങളിലേക്കും അവ വിരൽ ചൂണ്ടുന്നു. ഇന്ത്യയും ഷെയ്ഖ് ഹസീനയും തമ്മിലുള്ള ബന്ധത്തിന് ബംഗ്ലാദേശിന്റെ രൂപീകരണത്തോളം പഴക്കമുണ്ട്. ബംഗ്ലാദേശ് സ്ഥാപക നേതാവിന്റെ മകളാണ് ഹസീന. 1971 ബംഗ്ലാദേശ് വിമോചന സമരം നടന്നപ്പോൾ അയൽ രാജ്യമായ ചൈന പാകിസ്ഥാനൊപ്പം നിലകൊണ്ടപ്പോൾ ഇന്ത്യ പിന്തുണച്ചത് ബംഗ്ലാദേശിനെയായിരുന്നു. ഇന്ത്യയുടെ വ്യാപാര താൽപര്യങ്ങൾ പരിപോഷിപ്പിക്കുന്നതിന് മികച്ച പിന്തുണ നൽകിയിരുന്നയാളാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധ ഗ്രൂപ്പുകളെ അധികാരത്തിലിരിക്കെ ഹസീന അടിച്ചമർത്തിയിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് 10 തവണയാണ്. നരേന്ദ്രമോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ ഷെയ്ഖ് ഹസീന മാത്രം നിശബ്ദയായിരുന്നത് ആ ബന്ധത്തിന്റെ പേരിലാണ്. ബംഗ്ലാദേശിൽ സംവരണ വിരുദ്ധ പ്രതിഷേധം കനത്തപ്പോൾ വെറും ആഭ്യന്തര പ്രശ്നമാണതെന്നായിരുന്നു ഇന്ത്യയുടെ വാദം. ഷെയ്ഖ് ഹസീനയെ പ്രതിരോധത്തിലാക്കുന്ന ശ്രമങ്ങളെ ഇന്ത്യ ചെറുക്കുന്നതും നയതന്ത്രമാണ്. ഇൻഡോ പസഫിക്കിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ ചെറുക്കുന്നതിന് നിർണായക സഖ്യകക്ഷിയായിട്ടാണ് ബംഗ്ലാദേശിനെ ഇന്ത്യ കണക്കാക്കുന്നത്. 2021-22 സാമ്പത്തിക വർഷം ഏകദേശം 15 ബില്യൺ കോടി ഡോളറിന്റെ വ്യാപാര ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നത്. നിരവധി സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശിനെ കിഴക്കൻ മേഖലയിലെ ബഫർ സോണായും ഇന്ത്യ കണക്കാക്കുന്നു. നിലവിൽ 1160 മെഗാവാട്ട് ശേഷിയിൽ വൈദ്യുതി ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശ് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ രാജി ഇന്ത്യയെ സാരമായി ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. ഷെയ്ഖ് ഹസീനയോടുള്ള പോലെ അടുപ്പം ബംഗ്ലാദേശിലെ പ്രതിപക്ഷമായ BNPയുമായി സ്ഥാപിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല. അതിനാൽ ഭരണമാറ്റത്തോടെ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുക എന്ന വലിയ കടമ്പ കൂടിയാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.